സാധാരണ പണി കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പൈസ പിന്നത്തര എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ കണ്ടുണ്ടാവുക അല്ലേ. എന്നാൽ ഇവിടെ എനിക്ക് തിരിച്ച് രണ്ട് അനുഭവം അല്ലാതെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് തിരക്ക് കാരണം എനിക്ക് ബില്ല് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുപോക്കോ, ബില്ല് ഞാൻ വിളിച്ചു പറയാം, പൈസ ഇട്ട് തന്നതെന്ന് വണ്ടി ഞാൻ അങ്ങനെ 2 വണ്ടി ഞാനാണ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരാൾ നമ്മുടെ ഇരിങ്ങാലക്കുട വെഹിക്കിൾ ഇൻസ്പെക്ടർ സിന്ധു സാർ എന്ന് പറയും. ആളും അതുപോലെ തന്നെ നമ്മുടെ ഐട്ടൻ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന ചേരാനൂർ സൈഡിൽ നിന്ന് കൊണ്ടുവന്നൊരു ഐട്ടൻ ആ പയ്യന്മാരും പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു തിരക്ക് ഈ ബില്ലിടാൻ പറ്റിയിട്ടില്ല, ബില്ലിട്ട് ഞാൻ വിളിച്ച് പറയാം, അപ്പോൾ പൈസ തന്നു വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവർ 2 പേരും എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും വെറുതെ ബില്ലെന്തായി, ആ ബില്ല് തന്നു കഴിഞ്ഞാൽ എനിക്ക് പൈസ തരായിരുന്നു കേട്ടാന്ന് പറയും. അതായത് വണ്ടി വണ്ടി കൊണ്ടുപോയതിന് ശേഷം ബില്ല് വെച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ട് പൈസ ഇടാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സാധാരണ വണ്ടി പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി നമ്മൾ ബില്ല് വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടാൻ ചാൻസ് കുറവാണ്, ഇല്ലാത്ത കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. വണ്ടി പണി കഴിഞ്ഞ് കൊണ്ടുപോയി ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ബില്ല് എത്രയെന്ന് ചോദിച്ച് എന്നെ വിളിച്ച് പൈസ ഇടാൻ വേണ്ടി എത്രയെന്ന് ചോദിച്ചെന്നെ വിളിച്ചൊന്നിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതുപോലത്തെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പേരൊന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് മറക്കണ്ട കേട്ടോ.